അത് സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്താണ്. ആ ആയത്ത് എന്തിനെ പ്രതിപാദിക്കുന്നത് എന്നറിയോ? ബദരീങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിൽ 14ഓളം വരുന്ന സ്വഹാബത്ത് ഷഹീദായി വീണപ്പോ, മരണപ്പെട്ട് വീണപ്പോ മുശ്രിക്കീങ്ങളെ മുഴുവനും കളിയാക്കുകയാണ്. മുശ്രിക്കീങ്ങളെ മുഴുവനും കളിയാക്കുകയാണ്. ആ സ്വഹാബത്തിനെ പരിഹസിച്ചപ്പോ അവർ മരിച്ചുപോയി, അവർക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല, അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് നടന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനായത്ത് ഇറങ്ങുകയാണ്. സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്ത്. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? നിങ്ങൾ ആരും പറഞ്ഞു പോകരുതേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ രണാങ്കണത്തിൽ വീരമൃത്യു മരിച്ച രക്തസാക്ഷികളായ ജനങ്ങൾ അവർ മരണപ്പെട്ടു പോയവരാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്, നിങ്ങൾ പറഞ്ഞു പോകരുത്. വല്ലഹിയാ, അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ദുനിയാവിൽ കോടാനുകോടി വരുന്ന ജനങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചിരിക്കുന്ന നാമങ്ങളാണ് അൽ അഹ്ലുൽ ബദരി. ആ ബദരിയത്തിന്റെ പേര് കേൾക്കുമ്പോ, ആ ബദരീങ്ങളെ പേര് കേൾക്കുമ്പോ ഇന്നും ഓരോ മുസൽമാന്റെ നാവിൽ നിന്നും വരുന്ന വാചകമല്ലേ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു.